ഹായ് ഫ്രണ്ട്സ്. 2 ദിവസമായിട്ട് എനിക്ക് പനിയും ചുമയും ജലദോഷവും ഒക്കെ ആയി ഇരിക്കുകയായിരുന്നു. സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ വീഡിയോസൊന്നും ഇടാൻ എനിക്ക് സാധിച്ചില്ല. ഇന്ന് ഞാൻ ഒരു ഏലംകുർത്തി കോളർ നെക്ക് വെച്ച് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിൽ പാർട്ട് 1 ആയിട്ട് കട്ട് ചെയ്യുന്നതും പാർട്ട് 2 ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും ഇടാട്ടോ. ഒരു നൈറ്റി ബിറ്റാണ് ഞാൻ ഈ ഏലംകുർത്തി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിന് നീളത്തിൽ 2ആയി മടക്കി അതിനെ ഒരു മടക്ക് കൂടി മടക്കുക, 4ആയി മടക്കുക. അതിൽ ഇറക്കം മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ കഴുത്തകലം 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. കഴുത്തിറക്കൊരു 12 ഇഞ്ചോളം നമുക്ക് മാർക്ക് ചെയ്യാം. ചെരിച്ച് 1 ഇഞ്ച് ആ തുമ്പ് ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് ആ തുമ്പിലേക്ക് നമ്മൾ ചെരിച്ച് വി വരച്ചു. ഷോൾഡർ ആകെ 8 ഇഞ്ചാണ്. കൈക്കുഴി 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൈക്കുഴി കർവ് വരച്ചു. 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചു. 12 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു 15 ഇഞ്ച് താഴെ ഷേപ്പ് മാർക്ക് ചെയ്യാം. ഇഞ്ചാണ് ഷേപ്പ്, അത് മാർക്ക് ചെയ്തു. ഒരു 21 ഇഞ്ച് താഴെ വരെ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്തെ വണ്ണം അടയാളപ്പെടുത്തി. അടിവട്ടം ഫുള്ളെടുത്തു. 2 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ചെരിച്ച് വരച്ചു. ഇനി നമുക്ക് മുകളിൽ നിന്ന് 10 അല്ലെങ്കിൽ 11 ഇഞ്ച് താഴെ നമുക്ക് ടെക്ക് കൊടുക്കാനുള്ള മാർക്ക് ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് 4 ഇഞ്ച് നീങ്ങിയിട്ട് ഒരു 8 ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു 7 ഇഞ്ചോളം നമുക്ക് ടെക്ക് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ചെരിച്ച് കൈക്കുള്ളിലേക്ക് നമുക്ക് കർവ് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ മാർക്ക് ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് കട്ട് ചെയ്ത് ചെരിച്ച് കട്ട് ചെയ്ത് എടുത്ത് ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗം 1 ഇഞ്ച് ചെറുതായി വെട്ടി കോൺവശം കഴുത്തകലത്തിലേക്ക് ഇങ്ങനെ ചെരിച്ച് വെട്ടി. ബാക്ക് കട്ട് ചെയ്യരുത് കേട്ടോ. ഈ കൈക്കുഴി കട്ട് ചെയ്യാം. 1.5 കൂടെ കട്ട് ചെയ്തു. കൈക്കുഴിയുടെ 1/2 ഇഞ്ച് എടുത്ത് കുഴിച്ച് കട്ട് ചെയ്തു. ടെക്കൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടല്ല, ടെക്ക് വെറുതെ അടിച്ച് പിടിപ്പിക്കുകയുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു 3/4 ഇഞ്ച് മുകളിലത്തെ ഷോൾഡർ ഫ്രണ്ട് ഭാഗം മാത്രം ചെരിച്ച് വെട്ടാം. അപ്പോൾ അടിഭാഗം നമ്മുടെ കുർത്തിയുടെ കട്ടിങ് കഴിഞ്ഞ് ഇനി ഒരു കൈ മാത്രമേ വെട്ടാനുള്ള, കൈയും കഴുത്തും മാത്രം. കൈവണ്ണം 9 ഇഞ്ചാണ്. എണ്ണം 9 ഇഞ്ച് എടുത്ത് മടക്കിയിട്ടു. ഇനി ഉള്ള ഇറക്കം ഫുള്ളെടുക്കുകയാണ്. 3.5 ഇഞ്ച് അകലെടുത്തു. 4 ഇഞ്ച് മാർക്ക് ചെയ്തു. 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് കർവ് ഇങ്ങനെ ഒരു കർവ് വരച്ചു. ഈ കൈത്തുമ്പ് വണ്ണം 8 ഇഞ്ചാണ്. 8 ഇഞ്ചിലേക്ക് ഇങ്ങനെ ചെരിച്ച് വരച്ചു. കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യലും എത്ര എളുപ്പത്തിലാണ് കഴിഞ്ഞ്. ഇനി അതിൻ്റെ സെൻറ്റർ ചെറിയ നോച്ചിട്ട് കൊടുത്ത് നമുക്ക് കൈക്കുഴിയുടെ ഫ്രണ്ട് ഭാഗം എടുത്ത് 2 മാത്രം എടുത്ത് 1/2 ഇഞ്ച്
കുഴിച്ച് വെട്ടി. കൈ വെട്ടലും കഴിഞ്ഞു. ഇനി നമുക്ക് കഴുത്തിനുള്ള പീസ് വെട്ടാം. ഈ കോളർ വയ്ക്കാനുള്ള പീസ് എടുത്ത് ഒരു 2 ഇഞ്ച് വീതിയിൽ നമ്മൾ പീസ് 2 മടക്കുമ്പോൾ കിട്ടണം. ഒരു 3.5 ഇഞ്ച് നമ്മൾ എടുത്താൽ മതി. 3.5 ഇഞ്ച് നമ്മൾ എടുത്തിട്ട് 2ആയി മടക്കുമ്പോൾ അത്ര വീതി മതി. 3.5 ഇഞ്ച് എടുത്ത് 2ആയി മടക്കി വെച്ച് നമുക്ക് പിടിപ്പിക്കാനുള്ളതാണ്. അത് കട്ട് ചെയ്തെടുത്തു. നീളം അതിൻ്റെ ഇരട്ടി വേണം. നമ്മുടെ കൈക്കുഴിയുടെ കഴുത്ത് വെട്ടിയതിൻ്റെ കഷ്ണത്തിൻ്റെ ഇരട്ടി വേണം. അപ്പോൾ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ പീസിനേക്കാൾ ഒരു 2 ഇഞ്ചെങ്കിലും നമ്മൾ കൂടുതൽ കട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ശരിക്ക് ഉള്ളിലേക്ക് ഇട്ടടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തുണി കട്ട് ചെയ്തെടുത്തു. അത് രണ്ടും ജോയിൻ്റ് അടിച്ചിട്ട് വേണം കഴുത്ത് പിടിപ്പിക്കാൻ. ഇപ്പോൾ കുർത്തി കട്ടിങ് അവസാനിച്ചു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഈ കോളർ വെച്ച ഏലം കുർത്തി കട്ടിയിൽ കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത